പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം ഇന്ന് രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്റ്റോളജിയുടെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹർഷം സ്വാഗതം അർപ്പിക്കുന്നു. ഇതിന് വേദിയൊരുക്കുന്ന മിഷൻ ഏഷ്യയുടെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ജോഷി പാസ്റ്റർ, ജെസ് ബ്രദർ തുടങ്ങിയ മിഷൻ ഏഷ്യയുടെ എല്ലാ ടീം പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇന്ന് രാത്രിയിൽ ഈ വചന പഠന പരമ്പരയുടെ ഭാഗമായിട്ട് റെഗുലറായിട്ട് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുകൂടാതെ ഇന്ന് രാത്രികാലം ഈ ഗ്രൂപ്പിൽ സന്നിഹിതരായി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതുവരെ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാത്ത പ്രിയപ്പെട്ടവർ, ഇത് 11ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള 10 ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, ക്രിസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യജാതൻ എന്ന പദപ്രയോഗം, യേശു ആദ്യജാതൻ എന്ന പദം ഏത് നിലകളിലൊക്കെയാണ്, ഏതൊക്കെ തലത്തിലാണ് ഉപയോഗിച്ചതെന്ന് സമഗ്രമായി ചിന്തിപ്പാനിടയായി തീർന്നു. പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം 1ാമത്തെ അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന പദപ്രയോഗം നമ്മൾ കണ്ടു. അത് ഏത് തലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന ആ പരാമർശം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അതുപോലെ കൊലോസ്യർ 1:18 അതിൻ്റെ ഉത്തരം കണ്ടെത്തിയത് കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങൾ പരിശോധിക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഫസ്റ്റ് ബോൺ, പ്രോട്ടോട്ടോക്കോസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട് 4-ാം അധ്യായം അതിൻ്റെ 22ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യജാതൻ എന്ന പ്രയോഗം കർത്താവ് അവിടെ യഹോവയായ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ എന്ന പ്രയോഗം കർത്താവ് ഉപയോഗിക്കുന്നു. അതുപോലെ സങ്കീർത്തനം 89:27 പ്രകാരം ദാവീദിനെ ആദ്യജാതനാക്കും എന്ന പ്രയോഗം അവിടെ കാണാൻ സാധിക്കുന്നു. ഇരമ്യാവ് 31:9 പ്രകാരം എഫ്രയീം എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ എന്ന് കർത്താവ് പറയുന്നതായിട്ട് കാണാം. റോമാലേഖനത്തിൽ അവൻ മുൻനിറഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. തൻ്റെ പുത്രൻ ആദ്യജാതൻ, ക്രിസ്തുവിനെ കുറിച്ച് അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ എന്ന നിലയിൽ, ക്രിസ്തു ആദ്യജാതൻ എന്ന നിലയിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എബ്രായ ലേഖനത്തിൽ ആദ്യജാതന്മാരുടെ സഭ എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. എബ്രായർ 12-23 വാക്യങ്ങളിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ എന്ന പ്രയോഗം കണ്ടു. ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖനം 1:6 കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആത്യന്തികമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ 1:5 വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് ആദ്യജാതൻ എന്നുള്ള പദം, അതിൻ്റെ പ്രയോറിറ്റി, ആദ്യജാതൻ്റെ പദവി, ഈ ഒരു പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിനെ ആദ്യജാതൻ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ കർത്താവിനെ കുറിച്ച് ആദ്യജാതൻ എന്ന പരാമർശം നമുക്ക് ആ നിലയിൽ കാണാൻ സാധിക്കുന്നു. അതേസമയം തന്നെ മരിച്ചവരിൽ ആദ്യം ഉയർത്തവൻ എന്ന അർത്ഥത്തിലാണ് ആദ്യജാതൻ. ജനിച്ചു എന്ന് പറഞ്ഞാൽ ഉയർത്തു എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് 2-ാം സങ്കീർത്തനം 7ാമത്തെ വാക്യവും അതിനോട് ബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 13:32 അപ്പോസ്തലനായ പൗലോസ് അതിനെ വ്യാഖ്യാനിച്ച് സംസാരിക്കുന്ന കാര്യവും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഉടനീളം നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ജനിച്ചു ജാതൻ എന്ന പദപ്രയോഗം ജനിച്ചു എന്നതിന് പകരം നമ്മൾ ആക്ഷരികമായി മനസ്സിലാക്കുന്നതിലുപരിയായി അത് ഉയർത്തു എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതേസമയം തന്നെ ആദ്യജാതന്റെ പദവി ക്രിസ്തുവിനുണ്ട് എന്ന കാര്യവും കൂടി പഴയ നിയമത്തിന്റെ യഹൂദ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്.
അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഏകജാതൻ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യജാതൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഏകജാതൻ. ആദ്യജാതൻ ആദ്യം ഉയർത്തവനാണെങ്കിൽ ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഉയർത്ത ഒരേ ഒരുവൻ എന്നർത്ഥമാണ്. ഉയർത്ത ഒരേ ഒരുവൻ, ഏകജാതൻ എന്ന് വെച്ചാൽ ഒരു അപ്പനും അമ്മയ്ക്കും ഏകജാതൻ എന്ന ഏകജാതനായ ഒരു മകനുണ്ടെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നയീനിലെ വിധവയ്ക്ക് ഏകജാതനായ മകൻ, അത് ലൂക്കോസ് 7:12 കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അപ്പോൾ അത് ആക്ഷരിക അർത്ഥമാണുള്ളത്. ആക്ഷരിക അർത്ഥത്തിലും ആദ്യജാതൻ എന്നുള്ള പദവും ഉണ്ട് കേട്ടോ, അതും മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് മറിയ തൻ്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആദ്യജാതനാണ്. മറിയയുടെ ആദ്യത്തെ പുത്രനാണ് യേശു ക്രിസ്തു. പക്ഷേ മറിയയ്ക്ക് യേശു ക്രിസ്തു ഏകജാതനല്ല. കാരണം മറിയയ്ക്ക് വേറെയും മക്കളുള്ളതായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം കൂടി വ്യത്യസ്തമായ വേറൊരു വാക്യം ഉൽപ്പത്തി 35:23 യാക്കോബിന്റെ ആദ്യജാതൻ രൂപൻ. അപ്പോൾ യാക്കോബിന്റെ ആദ്യജാതൻ എന്നുള്ളത് ആക്ഷരികമായ അർത്ഥമാണ് അവിടെ ഉള്ളത്. ആദ്യത്തെ മകൻ എന്നുള്ള അർത്ഥമാണ്, അതിനകത്ത് മാറ്റമില്ല. എന്നാൽ അതേസമയം ആദ്യജാതൻ എന്നുള്ള മറ്റ് പ്രയോഗങ്ങൾ, അതിൻ്റെ പരാമർശം, അതിൻ്റെ വ്യാപ്തി, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിന് ആക്ഷരികാർത്ഥം മാത്രമല്ല ഉള്ളത് എന്ന കാര്യവും നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ ഏകജാതൻ എന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഏകജാതൻ എന്ന പദപ്രയോഗവും ജനിച്ച ഒരേ ഒരുവൻ എന്ന ആക്ഷരികാർത്ഥം ഉള്ളപ്പോൾ തന്നെ അതിനും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. ഏകജാതൻ എന്ന പദപ്രയോഗം ഉൽപ്പത്തി 22:2 നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിങ്ങനെയാണ്. ഇസഹാക്കിനെ കുറിച്ച്, നിന്റെ ഏകജാതനായി നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, നിന്റെ ഏകജാതനെ അർപ്പിക്കാൻ പറയുന്നുണ്ട്. ഏകജാതനെ അർപ്പിക്കുക. അപ്പോൾ ഏകജാതൻ, അബ്രഹാമിന് ഏകജാതൻ ആണ് ഇസഹാക്ക് എന്ന നിലയിലാണ് അവിടെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അബ്രഹാമിന് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനുണ്ട്, അതിനു മുമ്പുണ്ട്. അപ്പോൾ ഒരു കണക്കിന് ഏകജാതൻ എന്ന് പറഞ്ഞാൽ ജനിച്ച ഒരേ ഒരുവൻ എന്ന അർത്ഥമാണെങ്കിൽ, ജനിച്ച ഒരേ ഒരുവനല്ല അബ്രഹാമിന് ഈ ഇസഹാക്ക് എന്ന് പറയുന്നത്. ജനിച്ച ഒരേ ഒരുവൻ എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇസ്മായേലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇസഹാക്ക് ജനിച്ച ഒരേ ഒരുവൻ, ഏകജാതൻ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അവിടെയും ദൈവം ആ നിലയിലാണ് കാണുന്നത്. ദൈവത്തിന്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് വാഗ്ദത്ത സന്തതി എന്ന നിലയിൽ ഇസഹാക്ക് മാത്രമാണ് ഏകജാതൻ. അവനോട് സംസാരിച്ചിരുന്നുള്ളൂ, നിന്റെ ഭാര്യ സാറയിൽ നിന്ന് തന്നെ നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം സാറയിലൂടെ ജനിച്ച ഇസഹാക്കിലാണ് നിറവേറിയത് എന്നതുകൊണ്ട് ദൈവം ഏകജാതനായിട്ട് ജനിച്ച ഒരേ ഒരുവനായിട്ട് കണക്കാക്കിയത് ഇസഹാക്കിനെ മാത്രമാണ്, അബ്രഹാമിന്റെ ഏകസന്തതി എന്ന നിലയിൽ. ഇസ്മായേലിന് ദൈവം അവിടെ അബ്രഹാം ദാനങ്ങളെ കൊടുത്ത് അവകാശമൊന്നും കൊടുക്കാതെ, ഒരു തുരുത്തി വെള്ളവും അപ്പകഷ്ണങ്ങളും ഒക്കെ കൊടുത്ത് മരുഭൂമിയിലേക്ക് ഹാഗാറിനെയും അതുപോലെ ഇസ്മായിലിനെയും പറഞ്ഞു വിടുന്നതായിട്ട് കാണാം. അവകാശങ്ങളൊന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. എന്നാൽ ഏലയാസർ അവകാശിയാകുമല്ലോ എന്ന് അബ്രഹാമിന്റെ വിലാപത്തിന്റെ മറുപടിയായിട്ട് ഇസ്ഹാക്കിനെ, വാഗ്ദത്ത സന്തതിയെ അവകാശിയാക്കി, തനിക്കുള്ള സകലത്തിനും അവകാശിയാക്കിയിട്ട് ജനിച്ചു. ഇസ്മായിൽ ഒരു അവകാശവും കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ സകലത്തിന്റെ ഈ അവകാശി എന്ന നിലയിൽ ഏകജാതൻ എന്ന പദപ്രയോഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകജാതൻ എന്ന് പറയുമ്പോൾ ഇസ്ഹാക്ക് ഏകജാതനാണ്. കാരണം ഇസ്മായിൽ ഉള്ളപ്പോൾ തന്നെ ഇസ്ഹാക്കിന് ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കയാൽ സകലത്തിൻ്റെയും അവകാശി എന്ന നിലയിൽ അവിടെ നമുക്ക് ഇസ്ഹാക്കിനെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതേസമയം ജനിച്ച ഒരേ ഒരുവൻ, നമ്മളറിയാം, നമുക്ക് നേരത്തെ പറഞ്ഞത് പ്രകാരം ജാതൻ എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചവൻ എന്നല്ല, ഉയർത്തവൻ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഉയർത്ത ഒരേ ഒരുവൻ എന്ന കാര്യത്തിലും നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉയർക്കപ്പെട്ട ഒരേ ഒരുവൻ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉയർക്കപ്പെട്ടവൻ. ഏകജാതൻ എന്ന് പറയുമ്പോൾ ഉയർക്കപ്പെട്ട ഒരേ ഒരുവൻ. ഈ രണ്ട് അർത്ഥതലത്തിലും ആ കാര്യങ്ങൾ ആ നിലയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റു വാക്യങ്ങളിലേക്കും കൂടെ വന്നിട്ട് അതിലേക്ക് തിരിച്ചു പോകാം. അതുപോലെ യോഹന്നാൻ അതിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് തുടർന്ന് പറയുന്നു: ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന്
ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് എങ്ങനെ കണ്ടു? പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു. അപ്പോൾ പിതാവിൽ നിന്നുള്ള ഏകജാതൻ എന്ന നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ ആ പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകജാതൻ എന്ന് പറയുമ്പോൾ പിതാവിനെ ജനിച്ചവൻ എന്ന നിലയിലാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെയെല്ലാം ദൈവിക തൃത്വത്തിൻ്റെ ത്രിയേകത്വത്തിൻ്റെ സമ്മേളനം നമുക്ക് കാണാൻ സാധിക്കും. കാരണം മറിയിൽ പിതാവായ ദൈവത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പരിശുദ്ധാത്മാവിലാണത് സംഭവിക്കുന്നതും കൂടെ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത് ഭാവികാലികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. എങ്കിലും ഇവിടെ ഏകജാതൻ എന്ന പ്രയോഗം കാണാം. പിതാവിൻ്റെ ഏകജാതൻ, അവിടെ അതിന് അർത്ഥവ്യാപ്തിയുണ്ട്. ഈ ഏകജാതൻ എന്ന് പറയുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് സ്വർഗത്തിൽ ഉണ്ടായിരുന്നു എന്ന നിലയിൽ നിന്നുപരിയായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച കർത്താവ് യേശുക്രിസ്തു ജഡധാരണം ചെയ്യുന്ന സമയത്താണ് ഏകജാതൻ എന്ന പദപ്രയോഗം പ്രധാനമായിട്ടും വരുന്നത്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അത് ഞാൻ ആ കാര്യം പറഞ്ഞ് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനു മുമ്പ് പുത്രത്വം, അത് അവിടെ മുമ്പുണ്ടായിരുന്ന സ്ഥിതിയെക്കുറിച്ച് വചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു ജഡധാരണ 2000 വർഷങ്ങൾക്ക് മുൻപ് എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച വിഷയമാണ്. വചനം എന്ന നിലയിലാണ്, വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു. അപ്പോൾ വചനം എന്നതും എന്ന നിലയിലും വചനം ഒരു വ്യക്തി ആയിരുന്നതും ആളത്വമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തന്നെയും ദൈവത്തോട് സമത്വവും സമാനതയും ഉള്ളതായിട്ട് നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിതാവിനോടുള്ള സമത്വം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്ന് പറയുമ്പോൾ സമത്വവും സമാനതയും വചനമെന്ന നിലയിലുമാണ് നമ്മൾ പൂർവാസ്തിത്വത്തിൽ ക്രിസ്തുവിനെ കാണുന്നത്. ഒരിക്കലും പുത്രൻ എന്ന നിലയിലല്ല. പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഏകജാതൻ എന്ന പദപ്രയോഗം കാണാൻ സാധിക്കുന്നു. ഏകജാതൻ, പിതാവിൻ്റെ ഏകജാതൻ എന്ന പ്രയോഗവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത 1-2 വാക്യം കൂടെ വായിച്ചിട്ട് അതിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 1:18 അവിടെ കാണുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ആരെ വെളിപ്പെടുത്തിയിരിക്കുന്നു? പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തിയെന്ന് അർത്ഥം. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന പ്രയോഗത്തിന്റെ കാരണം എന്താണ്? നിശ്ചയമായിട്ടും മടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പിതൃത്വത്തെ കാണിക്കുന്നു, ആ പിതാവ് എന്ന നിലയെ കാണിക്കുന്നു, താൻ പുത്രൻ എന്ന നിലയിൽ തന്നെ കാണിക്കുന്നു. അതുപോലെയാണ് യേശു തന്നെ, യേശുവിൻ്റെ ദൈവം എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു തന്നെ ദൈവമായിരിക്കെ താൻ തന്നെ തൻ്റെ ഒരു ദൈവം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നിശ്ചയമായിട്ടും താൻ ആ പ്രയോഗം പ്രയോഗിക്കുന്നത് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പറയുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയോട് കർത്താവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ദൈവം, തൻ്റെ ദൈവം എന്നും കൂടെ പറയേണ്ടി വരുന്നത് താൻ മനുഷ്യനായി അവതരിച്ചത് കൊണ്ടാണ്. ആ മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ടാണ് ആ കാര്യം പറയുന്നത്. മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ താൻ തന്നെ മനുഷ്യൻ നിലയിലാണ് വെളിപ്പെടുത്തിയത്. മനുഷ്യപുത്രൻ എന്ന പ്രയോഗമാണ് സ്വയം നടത്തിയത്. താൻ അതേസമയം ദൈവപുത്രനാണെന്ന് തനിക്കറിയാം. ഭൂതങ്ങളത് തിരിച്ചറിഞ്ഞതായിട്ട് കാണാം. ദൈവന്റെ പ്രിയപുത്രൻ എന്ന് സ്നാനത്തിന്റെ സമയത്ത് പിതാവാൻ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കാണാം. അങ്ങനെ എല്ലാം ഉള്ളപ്പോൾ തന്നെയും താൻ മനുഷ്യപുത്രനെന്നും ഉള്ള പ്രയോഗം നമുക്ക് താൻ സ്വയം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ പിശാച് തന്നെ പരീക്ഷിക്കാൻ വരുന്ന സമയത്ത് അവിടെ പറയുന്നൊരു കാര്യമാണ്, നിന്റെ അവിടെ കല്ലപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പിശാച് കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ ദൈവപുത്രൻ എന്നല്ല പറയുന്നത്, മനുഷ്യൻ എന്നാണ്. മനുഷ്യപുത്രൻ എന്ന പ്രയോഗം പോലും കാണുന്നില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. താൻ സ്വയം മനുഷ്യനെന്ന് പറഞ്ഞതുകൊണ്ട്
താൻ പൂർണ്ണ മനുഷ്യൻ, സാധാരണ നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വിചിന്തനം ചെയ്യാനോ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത് സ്വയം ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിനെ, യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ദൈവമാണ്. പക്ഷെ പൂർവാസ്തിത്വത്തിൽ താൻ വചനമായിരുന്നു. ഒരിക്കലും അവിടെ തൻ്റെ പിതാവ് അല്ലെങ്കിൽ തൻ്റെ പിതാവ് എന്ന പ്രയോഗമോ തൻ്റെ ദൈവം എന്ന പ്രയോഗമോ നമുക്ക് പൂർവാസ്തിത്വത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മറിയയുടെ ഉദരത്തിലൂടെ ക്രിസ്തു ജഡധാരണം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണാനേ സാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ ഒരു പ്രയോഗം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം മനുഷ്യ ശരീരത്തിൽ വന്നതിന് ശേഷം മാത്രമുള്ള പ്രയോഗമാണെന്നുള്ളത് തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പുത്രൻ എന്ന പദവും ആ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ എന്തുകൊണ്ടാണ് പുത്രനെ അയച്ചു എന്ന പ്രയോഗം കാണുന്നത്? ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തി. ഇവിടെ മടിയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ മടിയിൽ കയറി ആക്ഷരികമായി ഇരിക്കുന്നു എന്നൊരു അർത്ഥം നമ്മൾ കാണേണ്ടതില്ല. അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു എന്ന് പറയുന്നു. അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു എന്ന് പറയാൻ കാരണം അബ്രഹാം എന്ന് പറയുന്ന പിതാവ്, അബ്രഹാമിനെ യഹൂദരുടെ പിതാവായിട്ട്, ഗോഡ് ഫാദറായിട്ടാണ്, തലതൊട്ടപ്പനായിട്ടാണ് യഹൂദർ കാണുന്നത്. അതുകൊണ്ട് അപ്പനിരിക്കുന്ന സ്ഥലത്തേക്ക്, പിതാവിൻ്റെ മടിത്തടത്തിലേക്കാണ് ആര് പോകേണ്ടത്? മക്കൾ പോകേണ്ടത്. അതുകൊണ്ട് ആക്ഷരികമായി ലാസർ അബ്രഹാമിന്റെ മടിയിൽ കയറി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹൂദരെല്ലാം മരിച്ചതിന് ശേഷം ഈ അബ്രഹാമിന്റെ മടിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ എത്ര പേര് കയറി അബ്രഹാമിന്റെ മടിയിലിരിക്കുമെന്ന് നമ്മൾ അങ്ങനെ ആക്ഷരികമായി ചിന്തിച്ചാൽ ആ നിലയിൽ ചിന്തിക്കേണ്ടി വരും. മാത്രമല്ല, അബ്രഹാമിന് മുമ്പുള്ള ആളുകളുണ്ട്. അബ്രഹാമിന് മുമ്പുള്ള നോഹ ഉൾപ്പെടെയുള്ള ആളുകളും ഈ പറയുന്ന തീർച്ചയായിട്ടും മേലെ പാതാളത്തിൽ അല്ലെങ്കിൽ അന്ന് പഴയ നിയമവിശുദ്ധന്മാർ പോയിരുന്ന സ്ഥലത്തേക്ക് അവരും പോകേണ്ടിയിരിക്കുന്നു. അവരൊന്നും അബ്രഹാമിന്റെ മടിയിൽ കയറാൻ അബ്രഹാം വന്നില്ല. അബ്രഹാം അന്ന് ജീവിച്ചിരിപ്പില്ല. അബ്രഹാമിന് മുമ്പുള്ള വിശുദ്ധന്മാരും. അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ദൈവമാക്കിയിരിക്കുന്ന ഒരു വാസസ്ഥാനം. എന്നാൽ അവിടെ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അബ്രഹാം യഹൂദരെ സംബന്ധിച്ചിടത്തോളം പിതാവായും തലതൊട്ടപ്പനായും ഇരിക്കുന്നത് കൊണ്ട് തൻ്റെ പിതാവുള്ള സ്ഥലത്തേക്ക്, തങ്ങളുടെ അപ്പനുള്ള സ്ഥലത്തേക്ക്, അപ്പൻ മരിച്ചതിന് ശേഷം എവിടെ പോയോ ആ സ്ഥലത്തേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ വേണം ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന നിലയിൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരിക്കുന്നത്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന പ്രയോഗം ആ നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ മകനായിട്ട് ഭൂമിയിൽ ജഡാവതാരം ഈ മറിയുടെ ഉദരത്തിലൂടെ ചെയ്തതിന് ശേഷം ആ പുത്രൻ എന്ന പദവി തനിക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനു മുമ്പ് വചനമായിരുന്നു, അതിനു മുമ്പ് ദൈവത്തിക സമത്വത്തിലായിരുന്നു. പുത്രൻ എന്ന പദവിയിലാണ്, പുത്രൻ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ സമത്വം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഫിലിപ്പിയർ 2:6 തെറ്റായിട്ട് മാറും. കാരണം അവിടെ പിതാവ് പുത്രൻ എന്ന പദം വരുമ്പോൾ തന്നെ അവിടെ ഉയർച്ച താഴ്ചകൾ സംഭവിക്കും. പിതാവ് പുത്രൻ എന്നുള്ള പദം തീർച്ചയായിട്ടും ഉയർച്ച താഴ്ചകളുള്ളതാണ്. എൻ്റെ മകൻ എന്ന് പറയുന്നത് എന്നേക്കാൾ തീർച്ചയായിട്ടും പദവിയിൽ താഴ്ന്ന വ്യക്തിയാണ്. എൻ്റെ പിതാവ് എന്നേക്കാൾ ഉയർന്ന നിലയിലും നിലവാരത്തിലും ഉള്ളതാണ്, പദവിയിൽ, പ്രായത്തിൽ ഒക്കെ. അപ്പോൾ അങ്ങനെയല്ല അവിടെ കാണുന്നത്. ദൈവത്തോടുള്ള സമത്വം, അവിടെ പിതാവിനോടുള്ള സമത്വം എന്നല്ല പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവ് എന്ന പ്രയോഗം തീർച്ചയായിട്ടും പുത്രൻ എന്ന് ഭൂമിയിൽ ജഡധാരണം ചെയ്തുവോ അന്ന് മുതലാണ് പുത്രൻ എന്ന പദം ആരംഭം കുറിക്കുന്നത്. അത് വേറെയും വാക്യങ്ങളുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവപുത്രൻ എന്ന പ്രയോഗം ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഭാവി കാലകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 വാക്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 1:32 അവിടെ കാണുന്നുണ്ട്. മറിയോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുന്ന ഭാഗമാണ്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഭാവികാലികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 1:35. അപ്പോൾ മറിയ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, പുരുഷനെ അറിയായിയാൽ എങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് തുടർന്ന് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നേരത്തെ ദൈവപുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല. അതിന് മറ്റ് തെളിവുകളിലേക്കെല്ലാം ഞാൻ വരാം. അടുത്ത വാക്യം കൂടെ
വാക്യം വായിക്കേണ്ടത് റോമാലേഖനം 1:5 അത് ഏറ്റവും സങ്കീർണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുമാണ്. എത്രമാത്രം ഗ്രഹിച്ചു എന്ന് നിങ്ങൾ എത്രമാത്രം ഗ്രഹിച്ചു എന്ന് അറിയാൻ കഴിയുന്നില്ല. എങ്കിലും ആ വാക്യം എന്ന് പറയുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രൻ എന്ന ശക്തിയോടുള്ള നിർണയം പോലും ലഭിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇവന് ചെവി കൊടുപ്പിൻ എന്ന പ്രയോഗം മറുരൂപമലയിൽ കാണുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ നിലകളിലും പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നുള്ള പ്രയോഗം ഇതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെയും ദൈവപുത്രൻ എന്ന തൻ്റെ പദവിയുടെ സമ്പൂർത്തി താൻ പ്രാപിക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് എന്നതാണ് റോമർ 1:5 വളരെ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പിതാവ് തന്നെ ഏൽപ്പിച്ചൊരു ടാസ്ക് പൂർത്തീകരിക്കണം. കാരണം ആദാം പരാജയപ്പെട്ടെടുത്ത് ഇവനൊരു പരാജയമാകരുത്. കാരണം സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ആ പരീക്ഷണങ്ങളെ തികച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ദൈവപുത്രൻ എന്ന പദവി തനിക്ക് പഠിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ സിമ്പിൾ ലോജിക്കൽ ചിന്തിച്ചാലും ആ നിലയിൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവപുത്രൻ എന്നുള്ള ഒരു അമാനുഷികത വെച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് താൻ എല്ലാ പാപത്തെയും സകല പൈശാചിക ശക്തികളെയും ലോകത്തെയും ജഡത്തെയും ഒക്കെ ജയിച്ച് ജയാളിയായെങ്കിൽ അങ്ങനെ ഒരു കർത്താവിനെ നമുക്ക് ആർക്കും ആവശ്യമില്ല. കാരണം എവിടെ ആദാം പരാജയപ്പെട്ടുവോ ആ ആദാമിന്റെ അതേ ശരീരത്തിൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപജഡത്തിന്റെ ശരീരത്തിലും പാപജഡത്തിൽ താൻ വന്നേ മതിയാകുള്ളൂ. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ താൻ വന്നു, വേഷത്തിൽ മനുഷ്യനായിരുന്നു. ആ നിലയിൽ ജന്മപാപം തന്നിലില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു എന്ന് തന്നെ വളരെ വ്യക്തതയോടുകൂടി വചനം വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ആദാം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് താൻ നഗ്നനാണെന്ന് അറിഞ്ഞിരുന്നില്ല, താന് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തു ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത് വസ്ത്രധാരണം ഉള്ളവനായിട്ട് പാപജട ക്ഷീണിക്കുന്ന വിയർക്കുന്ന ആ ശരീരത്തിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചതാണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെടാൻ തയ്യാറായിട്ടാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ട് തൻ്റെ ടാസ്ക് പൂർത്തീകരിച്ചേ മതിയാകുകയുള്ളൂ. താൻ ഈ ലോകത്തിൽ വന്നതിൻ്റെ പ്രവർത്തന പദ്ധതി പൂർത്തീകരിച്ച് താൻ വിജയശ്രീലാളിതനായി ക്രൂശിലെ മരണത്തോളം താൻ ഉറച്ച നിലവിളി, കണ്ണുനീര്, കരച്ചിൽ, അപേക്ഷ, അഭയാചന ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം എങ്ങനെ ആദാം ഏതെല്ലാം തരത്തിൽ പ്രലോഭനത്തിൽ അകപ്പെട്ട് പരാജയത്തിലേക്ക് പോയോ അതേപോലെ പ്രലോഭനത്തിലൂടെ ഭക്ഷണ സംബന്ധമായ പ്രലോഭനങ്ങൾ കർത്താവിന് വന്നിട്ടുണ്ട്. കുറെ കാലത്തേക്ക് പിശാച് വിട്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പരീക്ഷയുടെ സമയം കഴിഞ്ഞാൽ. എന്നാൽ അതിനുശേഷം കുറെ കാലത്തേക്കൊന്നുമല്ല, തൻ്റെ ജീവിതകാലം മുഴുവൻ പിശാചിനായി പരീക്ഷിക്കപ്പെട്ടു തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ ദിവസം പ്രതി കടന്നു പോകുമോ അതേപോലെ യേശു പോയേ മതിയാകുള്ളൂ. അങ്ങനെ പോയി അവസാനം വരെയും നിലനിന്ന് ക്രൂശ് മരണം അവിടെ പോലും പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമേ എന്നുള്ള മാനുഷിക നിലവിളി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കണം. കാരണം താനൊരു മനുഷ്യൻ തന്നെ എന്ന നിലയിൽ ഇവിടെ വെളിപ്പെട്ട് ആ നിലയിൽ നമ്മളോടൊപ്പം താതാത്മ്യപ്പെട്ട് അതുകൊണ്ടാണ് നമുക്കും ജയിക്കാൻ കഴിയും, ഈ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ സാധിക്കുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് താൻ സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കാര്യം സാധിച്ച് താൻ വിജയം പ്രാപിച്ചു പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ നമുക്ക് പിൻപറ്റാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ജഡശരീരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനത, പക്ഷെ ഈ ബലഹീനതയിലും എങ്ങനെ ക്രിസ്തു ജയിച്ചു? താൻ ഉറച്ച നിലവിളി, കണ്ണുനീര്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോടെന്ന് പറയുന്നു. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് മരണം പേറിയത് താൻ പാപം ചെയ്തത് കൊണ്ടോ പാപിയായതുകൊണ്ടോ അല്ല. കാരണം അവന്റെ മേൽ സകല അകൃത്യങ്ങളും ചുമത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മുമ്പ് ചിന്തിച്ച കാര്യമാണ്. സകലതും അവന്റെ മേൽ ചുമത്തി, അങ്ങനെ ചുമത്തപ്പെട്ടവനായി പാപം അറിയാത്തവനെ നമ്മിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപം ആക്കി മാറ്റി, അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണം തന്നിൽ ഇമ്പോസ് ചെയ്യപ്പെട്ടതിന് ശേഷം അങ്ങനെയാണ് ഒടുക്കം താൻ എന്ത് ചെയ്യുന്നത്? ഈ പാപത്തിന്റെ ശമ്പളമായ മരണം പേറാനുള്ള യോഗ്യത പ്രാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രയോഗമാണ്. ആ ദൈവപുത്രൻ എന്നുള്ള പദവി തനിക്ക് പതിച്ച് ലഭിക്കുന്നത് വളരെ വ്യക്തതയോടുകൂടി റോമാലേഖനം 1:5 പറയുന്നു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക
സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാലാണ് നിർണയിക്കപ്പെട്ടത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രൻ എന്ന പദവി നിർണയിക്കപ്പെട്ടത് എന്നത് അവിടെ വളരെ വ്യക്തതയോടുകൂടി രേഖപ്പെടുന്നു. അപ്പോൾ ഈ പുത്രനെ അയച്ചു എന്നുള്ള പ്രയോഗം എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അത് ആ കാര്യം നിരാകരിക്കാൻ സാധിക്കുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് നമ്മളൊരാളോട് പറയുന്നു, ഒരു ടീച്ചറോട് ഒരു ഡ്രോയിങ് ചിത്രം വരയ്ക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ടീച്ചറോട് ചോദിക്കുന്നു, ടീച്ചർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിത്രം വരയ്ക്കുമായിരുന്നോ? അല്ലെങ്കിൽ ടീച്ചറുടെ 5ാമത്തെ വയസ്സിൽ ടീച്ചർ ചിത്രം വരച്ചിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 5ാമത്തെ വയസ്സിൽ ഈ ടീച്ചറാണെന്നാണോ അതിൻ്റെ അർത്ഥം? അതൊരിക്കലും അല്ലല്ലോ. ഈ ടീച്ചർ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വ്യക്തി ടീച്ചറാണെന്ന് അതിൻ്റെ അർത്ഥമില്ല. പക്ഷെ സ്റ്റിൽ എങ്കിലും നമ്മൾ ചോദിക്കും, ടീച്ചർ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ 5ാമത്തെ വയസ്സിൽ ഇന്നത് ചെയ്തിരുന്നോ എന്ന് ചോദിക്കാം. ഒരു ഡോക്ടറോട് നമ്മൾ ചോദിക്കുകയാണ്, ഡോക്ടർ ചെറുപ്പത്തിൽ ഇതുപോലെ ഏതെങ്കിലും രോഗികളെ പരിശോധിക്കാനുള്ള ആ ഒരു ചിന്ത താങ്കൾക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരണമെന്ന് ഡോക്ടർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ എന്ന് ചോദിക്കും. ഡോക്ടർ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പദവി വെച്ചുകൊണ്ട് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലേക്ക് നമ്മളത് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അന്ന് ഡോക്ടറായിരുന്നു എന്നോ അന്ന് ടീച്ചറായിരുന്നു എന്ന അർത്ഥം അതിന് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ പുത്രൻ എന്നുള്ള പദപ്രയോഗം താൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ എല്ലാം നിർണയിക്കപ്പെട്ട്, കാരണം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രൻ എന്നുള്ള പദവിയിലെ പൂർണ്ണത വരുന്നത്. അതുവരെയും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂതങ്ങൾ അവനെ ദൈവപുത്രൻ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ദൈവപുത്രൻ സത്യമെന്ന് അനേകരെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം സമ്പൂർത്തി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് വരുന്നതെന്ന് റോമർ 1:5 പ്രകാരം പറയുമ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ അതേ സമയത്ത് ഈ കാര്യമെല്ലാം സംഭവിച്ചതിന് ശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പുതിയ നിയമത്തിലെ ഈ ഭാഗങ്ങൾ, സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, മത്തായിയെ സംബന്ധിച്ചും മർക്കോസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ യോഹന്നാനെ സംബന്ധിച്ചും അതുപോലെ അപ്പോസ്തലനായ പത്രോസിനെ സംബന്ധിച്ചും തുടങ്ങി അതുപോലെ എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് യേശുവിൻ്റെ ഈ ടാസ്ക് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. യേശുവിൻ്റെ ടാസ്ക് പൂർത്തീകരിച്ച് താൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് വന്നതിന് ശേഷമാണ്, ആ ബോധ്യം തങ്ങൾക്കുണ്ട്, അതിനുശേഷമാണ് ദൈവപുത്രൻ അങ്ങനെ അന്ന് ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന പദവി ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ വിളിയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണെന്ന് വചനം പറയുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമ്പോൾ പോലും ആ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ചിന്തിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമ്പോൾ പോലും ആ ദൈവമക്കളെന്ന് പൂർത്തീകരിക്കപ്പെട്ട് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പും കൂടെ നടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് റോമർ 8:22-23 വാക്യങ്ങളിൽ പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിഞ്ഞിറങ്ങുന്നു. അപ്പോൾ കാത്തിരിക്കണമല്ലോ പുത്രത്വം. എന്നാൽ നമ്മൾ പുത്രന്മാരാണോ? അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ തന്നെ നമ്മൾ പുത്രന്മാരാണ്. കാരണം നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവമക്കളാകുന്നു എന്ന് എത്രയോ പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കാം, ദൈവമക്കളെന്ന് വിളിക്കാം. പക്ഷേ സ്റ്റിൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും പുത്രത്വത്തിന്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കാത്തിരിക്കേണ്ടതാണ്. വീണ്ടും ആ പുത്രത്വത്തിന്റെ പൂർത്തി, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ, ഈ മൺമയമായത് വിൺമയമായി മാറുമ്പോഴാണ് പുത്രത്വത്തിന്റെ സമ്പൂർത്തി ഉണ്ടാകുന്നത് എന്ന് വചനം വെളിപ്പെടുത്തുന്നു. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ പാപജടത്തിന്റെ സാദൃശ്യത്തിനും പാപനിമിത്തവും ഇങ്ങോട്ട് അയക്കപ്പെട്ട ക്രിസ്തുവിനും സംഭവിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ഈ കാര്യം കൊണ്ട് അർത്ഥമാക്കിയുള്ളൂ. താനും ദൈവപുത്രൻ എന്നുള്ള തൻ്റെ പദവി പൂർത്തീകരിക്കുന്നത്
വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പഠിക്കുമ്പോൾ റോമർ 1:5 പ്രകാരം എല്ലാം നമ്മൾ ആ കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പൂർത്തി സംഭവിക്കുന്നത് താൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വിജയപ്രദമായി തൻ്റെ ടാസ്ക്, തൻ്റെ ഗോൾ, തൻ്റെ ലക്ഷ്യം, തൻ്റെ ദൗത്യം, തൻ്റെ മിഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ആ പ്രയോഗം ആ നിലകളിൽ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. അടുത്തത് ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏകജാതൻ എന്ന പ്രയോഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ ഒന്ന് രണ്ട് വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:16 വളരെ ചിരപരിചിതമായ വാക്യമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വരേണ്ടി വരുന്നത്? ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പം ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ക്രൂശുമരണം കൂടെ സംഭവിക്കുന്ന നിലയിലാണ്, സംഭവിച്ചതിന് ശേഷമാണ് നമ്മിൽ അവനിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത്. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, പ്രസംഗം വ്യർത്ഥമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടും കൂടെ കഴിയുമ്പോഴാണ് അവനിലുള്ള വിശ്വാസത്തിൻ്റെ സമ്പൂർത്തി പൂർണ്ണമാകുന്നത്. കാരണം അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനാണ് വന്നത്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെയാണ് കാണുന്നത്? ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിനാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നത് ഗലാത്യ ലേഖനമല്ല, 1 തിമോത്തിയോസ് 6-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അതെ 1 തിമോത്തിയോസ് 6:15-16 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്നൊക്കെ പ്രയോഗം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ താൻ മാത്രം അമർത്യതയുള്ളവൻ, മർത്യനല്ലാത്തവൻ. അപ്പോൾ മർത്യനല്ലാത്തവൻ അവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്, പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. താൻ മാത്രം അമർത്യതയുള്ളവൻ എന്ന് പറയുന്നത്. ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, താൻ മാത്രമാണ് അമർത്യതയുള്ളവൻ എന്ന് വെച്ചാൽ പിതാവായ ദൈവം, ആത്മാവായ ദൈവം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ഈ മർത്യനായിട്ടില്ല. ഈ മർത്യനായത് വചനം എന്ന് പറയുന്ന ദൈവമാണ്. വചനമാണ് ജഡം ധാരണം ചെയ്ത് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ മർത്യനായി തീർന്നു അമർത്യതയുള്ള ദൈവം, മർത്യനായി തീർന്നു. വചനം എന്ന് പറയുന്ന വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡം ധാരണം ചെയ്ത് ഭൂമിയിൽ വന്നു. എന്തിന്? കാരണം ഈ മർത്യനായി വന്നെങ്കിൽ മാത്രം. മർത്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണമുള്ളവനെന്നാണല്ലോ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവനാണ്. താൻ മാത്രം അമർത്യതയുള്ളവനെന്ന് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചിട്ടില്ല. പിതാവായ ദൈവം മരിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പിതാവായ ദൈവം ഒരിക്കലും മരണത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കടന്നു പോയിട്ടില്ല. എന്നാൽ വചനമാകുന്ന ദൈവം ജഡധാരണം ചെയ്തു, വചനം ജഡമായി മർത്യനായി തീർന്നു, മർത്യതയുള്ള ശരീരത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ മനുഷ്യന് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു, മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ മരണം കൂടെ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് എന്തു സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ഏകജാതൻ എന്ന് പറയുമ്പോൾ ആദ്യമായി മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ. ജാതൻ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ, ജനിച്ചവൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1:5 നമ്മൾ കാണുന്നത്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. മരിച്ചവരിൽ ആദ്യജാതൻ. ജാതൻ എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ എന്നല്ല, ഉയർത്തവനെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഏകജാതൻ എന്ന് പറയുമ്പോഴും ആദ്യജാതൻ എന്ന് പറയുമ്പോഴും എല്ലാം ജനിച്ചവനെന്ന്. അപ്പം തൻ്റെ ഏകജാതനായ പുത്രനിൽ എന്ന് പറയുമ്പോൾ തൻ്റെ ഏകനായി ഉയർക്കപ്പെട്ട ഒരേ ഒരു പുത്രനിൽ എന്നാണ് അതിൻ്റെ ആക്ഷരിക അർത്ഥം. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഉയർക്കപ്പെട്ട ഒരേ ഒരു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അതാണ് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ പരമ്പരയായിട്ടുള്ള പഠനത്തിലൂടെ ഈ കാര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. തൻ്റെ ഉയർക്കപ്പെട്ട ഒരേ ഒരു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അങ്ങനെയാണ് ആ കാര്യത്തിൻ്റെ അർത്ഥതലം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സംഭവിച്ചത് എപ്പോഴാണ്? തീർച്ചയായിട്ടും താൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. നേരത്തെ ഏകജാതനായ പുത്രനായിരുന്നു എന്നല്ല.
ഏകജാതനായ പുത്രനാകണമെങ്കിൽ അവനാണ് ഉയർക്കപ്പെട്ട ഒരേ ഒരുവനാകേണ്ടത്. അപ്പോൾ താൻ സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ ഏകജാതനായ പുത്രൻ എന്നല്ല. കാരണം അന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിക്കണമെങ്കിൽ ജഡം ധരിക്കണം, ഭൂമിയിൽ വരണം, എന്നതിന് ശേഷം ഭൂമിയിലൂടെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കണം, അതിനുശേഷം മരിക്കണം, അതിനുശേഷം ഉയർക്കണം. ഇത്രയും കാര്യം സംഭവിക്കുമ്പോഴാണ് ഏകജാതനാകുന്നത്. അതുകൊണ്ട് ഏകജാതനായ പുത്രൻ എന്നുള്ള പദപ്രയോഗം ആദ്യമേ വരുന്നില്ല. ജഡധാരണത്തിന് മുമ്പ് ആ പദപ്രയോഗം വരുന്നില്ല. അന്ന് ക്രിസ്തു വചനമായിരുന്നു, അന്ന് ക്രിസ്തു പിതാവിനോട് സമനായിരുന്നു. പുത്രൻ എന്ന് പറഞ്ഞാൽ സമത്വം വിടുകയാണ് ഉണ്ടാകുന്നത്. സമത്വം വിടുമ്പോഴാണ് പുത്രനാകുന്നത്. അതിനു മുമ്പ് പുത്രനായിരുന്നില്ല. കാരണം പുത്രൻ എന്ന പദപ്രയോഗം വരുന്നത് ജഡധാരണത്തിന് ശേഷം മാത്രമാണ്. മറിയുടെ ഉദരത്തിലൂടെ ഭൂമിയിൽ വരുമ്പോൾ മാത്രമാണ് പുത്രനാകുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞ 3 വാക്യങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 1:32, ലൂക്കോസ് 1:35 അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ വിളിക്കപ്പെട്ടതാണെങ്കിൽ വിളിക്കപ്പെടുമെന്ന് പിന്നെയും പറയേണ്ട കാര്യമില്ലല്ലോ. വിളിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് വളരെ വ്യക്തതയോടുകൂടി തെളിയിക്കുന്ന അടുത്ത പ്രധാന വാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റോമർ 1:5. കാരണം മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് ഉയർപ്പും കൂടെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ദൈവപുത്രൻ എന്നുള്ള പദവിയുടെ പൂർണ്ണ അർത്ഥത്തിൽ വരുന്നത്. അങ്ങനെയുള്ള ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നമുക്കാണ് രക്ഷയുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യവർഗം, മാനവജാതി മുഴുവൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. ഈ പദപ്രയോഗം ഇത്തരം കൃത്യതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയും പുത്രൻ എന്ന പദം, ആദ്യജാതൻ എന്നുള്ള പദം, ഏകജാതൻ എന്നുള്ള പ്രയോഗം അത് യഹൂദ പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഇതെല്ലാം ഒരുമിച്ച് സമഞ്ജസമായി ഏകോപിപ്പിച്ച് ഈ വിഷയങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ പുത്രൻ എന്നുള്ള പദവിയും അതിൻ്റെ അർത്ഥതലങ്ങളും അർത്ഥവ്യാപ്തിയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോഴേക്കും പിതാവിൻ്റെ അവിടെ സ്വർഗത്തിലായിരുന്നപ്പോഴേ പുത്രനായിരുന്നു എന്ന നിലയിൽ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവിക സമത്വം എന്ന് പറയുന്ന വിഷയം എങ്ങനെ ശരിയാവും? ദൈവിക സമത്വം, ദൈവസമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്ന വാക്യം എങ്ങനെ ശരിയാകും? താൻ ദൈവമായിരുന്നു എന്നുള്ള ആ നിലയിലുള്ള അവിടുത്തെ പദപ്രയോഗം എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഒരിക്കലുമല്ല. അതുകൊണ്ട് അവിടെ വചനമായിരുന്നു, അവിടെ പുത്രനായിരുന്നില്ല, അവിടെ ജഡശരീരം ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ വന്ന് മറിയുടെ ഉദരത്തിലൂടെയാണ് ജഡശരീരം എടുത്തത് എന്ന വിഷയത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ക്രിസ്തുവിന് ആരംഭമില്ല, ക്രിസ്തു ഒരു സൃഷ്ടിയല്ല. അത് നമ്മൾ സദൃശവാക്യ 8-ാമത്തെ അധ്യായത്തിൽ ആ വിഷയം വളരെ വ്യക്തതയോടുകൂടി യഹോവയുടെ സാക്ഷികളെ പോലുള്ള ആളുകൾ ആ അധ്യായം വെച്ച് ശില്പിയായിരുന്നുവെന്നും ജനിച്ചിരിക്കുന്നുവെന്നും ആരംഭമുണ്ട് എന്നും മിഖ 5:2 പ്രകാരം അവൻ്റെ ഉത്ഭവം, അവൻ്റെ ആരംഭം പണ്ടുപണ്ടേ ഉള്ളതാണെന്നുള്ള പ്രയോഗമൊക്കെ എടുത്തുകൊണ്ട് ക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കൊലോസ്യർ 1:15 പ്രകാരവും സർവ്വസൃഷ്ടിക്ക് ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ച് ആദ്യം ജനിച്ചവനെന്ന് ആരോപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. കാരണം അതെല്ലാം ഈ യഹൂദ പശ്ചാത്തലത്തിലും നേരത്തെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിലൂടെ അത് കടന്നു കയറി പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുത്രൻ എന്നുള്ള പദം, ദൈവപുത്രൻ എന്ന പദം, ഈ പുത്രൻ എന്നുള്ള പദമൊക്കെ ആലങ്കാരിക പദമായിട്ട് ഉപയോഗിച്ച വേറെ വാക്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. മകൻ എന്നുള്ള അക്ഷരിക അർത്ഥത്തിൽ തന്നെ പുത്രൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ വാക്യം എടുത്ത് തരേണ്ട ആവശ്യമില്ല. പുത്രൻ പുത്രൻ നമുക്ക് വംശാവലി പട്ടികയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്നയാളുടെ പുത്രൻ, ഇന്നയാളുടെ പുത്രൻ, ഇന്നയാളുടെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രയോഗങ്ങൾ കാണാം. അതിന് പ്രത്യേക വാക്യം ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ അതല്ലാത്ത ഭാഗങ്ങളിലേക്ക് വരാം. ചെറുമകനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചെറുമകനെ പോലും, മകന്റെ മകനെയൊക്കെ പുത്രൻ എന്ന് വിളിച്ചിട്ടുള്ള പദപ്രയോഗം കാണാൻ സാധിക്കും. അതാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, നമ്മൾ ബൈബിളിന്റെ ഭാഷ്യങ്ങളെ മനസ്സിലാക്കണം. ബൈബിളിന്റെ ചില പദം, ജനിച്ചു എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നല്ല അർത്ഥമെന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ഇത്തരം പ്രയോഗങ്ങൾ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവനെന്ന അർത്ഥമല്ല, ഏകജാതൻ എന്ന് പറഞ്ഞാൽ ജനിച്ച ഒരേ ഒരുവെന്ന അർത്ഥം മാത്രമല്ല, അങ്ങനെയും ഉണ്ട്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവനെന്നും അർത്ഥമുണ്ട്. എന്നാൽ അതിന്റെ പ്രയോറിറ്റി അർത്ഥത്തിലും അതിന്റെ ആ നിലയിലും അർത്ഥമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലേക്ക് വരാം. ഉൽപ്പത്തി 29:5 ലാബാനെ നാഹോരിന്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ലാബാനെ നാഹോരിന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ലാബാൻ നാഹോരിന്റെ ചെറുമകനാണ്, പുത്രനല്ല.
നേരിട്ടുള്ള പുത്രനല്ല, പക്ഷെ പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 29:5. അടുത്ത വാക്യം 2 ശമൂവേൽ 19:24. മെഫിബോശത്ത് ശൗലിന്റെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെഫിബോശത്ത് ശൗലിന്റെ മകനല്ലെന്ന് നമുക്കറിയാം. മെഫിബോശത്ത് ശൗലിന്റെ മകൻ യോനാഥാന്റെ മകനാണ്. പക്ഷെ ശൗലിന്റെ മകൻ എന്ന പ്രയോഗം നമുക്ക് 2 ശമൂവേൽ 19:24 കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി 48:5 എഫ്രൈമും മനശ്ശെയും യാക്കോബ് പുത്രന്മാരായിട്ട് എടുക്കുന്നതായിട്ട് കാണാം. യാക്കോബിന്റെ മകനായ യോസെഫിന്റെ 2 പുത്രന്മാരാണ് എഫ്രൈമും മനശ്ശെയും. മനശ്ശെ മൂത്തവനും എഫ്രൈം രണ്ടാമത്തവനുമാണ്. പക്ഷേ ജ്യേഷ്ഠാവകാശം എഫ്രൈമിന് പോയതായിട്ട് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചതും ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് പറയും, ഇവരെ എനിക്ക് പുത്രന്മാരായിട്ട് തരിക എന്ന് പറയുന്നത് അവരെ പുത്രന്മാരായിട്ട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം പുത്രന്മാരായിട്ട് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടതായിട്ട് കാണാം. ഫറവോന്റെ പുത്രിയുടെ മകനല്ല എന്നുള്ളത് ആക്ഷരികമായ നിലകളിൽ അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വളർത്തുമകനാണെന്ന് പറഞ്ഞാലും പുത്രി എന്നുള്ള പദപ്രയോഗം, പുത്രൻ എന്നുള്ള നിലയിൽ മോശ എന്നുള്ള പേര് പോലും ഇട്ടത് ഫറവോന്റെ പുത്രിയാണ്. അത് ഒരു യഹൂദരുടെ പേരൊന്നുമല്ല, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന അർത്ഥത്തിലാണ് മോശ എന്ന് പേരിട്ടത് എന്ന് നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ള വാക്യങ്ങൾ, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ എന്ന് പൗലോസ് ഒനേസിമോസിനെ കുറിച്ച് ഫിലെമോന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഒനേസിമോസ് ഈ പൗലോസ് തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ചു എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ മകൻ, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 4:15 നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവിടെ പൗലോസ് ഒരു പിതൃസ്ഥാനത്തേക്ക് വരുന്നു. അതൊന്നും ആക്ഷരികമായ അർത്ഥമല്ല. ഇങ്ങനെ പുത്രൻ എന്നുള്ള പ്രയോഗം, മകൻ എന്നുള്ള പ്രയോഗം നമുക്ക് ആക്ഷരിക അർത്ഥത്തിലല്ലാത്ത നിലയിൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഇനിയും നിങ്ങൾ അനേക വാക്യങ്ങൾ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ഇഷ്ടം പോലെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. വചനത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങളൊന്നും തന്നെ നമുക്ക് ആക്ഷരികമായ അർത്ഥമല്ല ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം, പുത്രൻ എന്ന യേശുവിന് ഉപയോഗിച്ചിരിക്കുന്ന പദം, അതെല്ലാം പുത്രൻ ആയിരുന്നു മുമ്പ് പൂർവാസ്തിത്വത്തിൽ പ്രീ ഇൻകാർണേറ്റഡ് ടൈമിൽ അവിടെ പുത്രനായിരുന്നു എന്ന നിലയിൽ നമ്മൾ ആ കാര്യം ചിന്തിക്കേണ്ടതില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേ സമയത്ത് ഭൂമിയിൽ ജഡധാരണം ചെയ്തപ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രയോഗം, അതുപോലെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേസമയം ഭൂമിയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ആ പ്രയോഗവും അതിൻ്റെതായ ആ അർത്ഥതലത്തിൽ തന്നെ നമ്മൾ ഇത്രയും സമയം ചിന്തിപ്പാനിടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് ഈ യഹോവയായ ദൈവം എന്ന് പറയുന്ന ആ പ്രയോഗവും നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ ക്രിസ്റ്റോളജിയുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് യഹോവ എന്നുള്ള പദവും കൂടി ഒന്ന് ചിന്തിച്ച് ആ ഭാഗം അവസാനിപ്പിച്ച് പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. യഹോവ എന്ന പദം നമ്മൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ചതുരക്ഷരിയാണ്. യോദ് ഹേ വൗ ഹേ എന്ന് പറയുന്ന 4 എബ്രായ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് യാഹ്വേ എന്ന പദം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അവസാനമായത് ഒന്ന് നമുക്ക് ലിങ്ക് ചെയ്തു പോകാം. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് യഹോവ എന്ന പേര് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, അതിനു മുമ്പ് യഹോവ എന്നുള്ള പദം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആ ഭാഗത്തേക്ക് ഒന്ന് വന്നതിന് ശേഷം അങ്ങോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ പുറപ്പാട് പുസ്തകം 3:13 ഇങ്ങനെ വായിക്കുന്നു. അതായത് മോശയെ കർത്താവ് വിളിക്കുന്നു. ഈ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിടുവിക്കാൻ ഞാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം മോശ പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ നിന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിന്റെ നാമം ആരാണ് എന്നെ അയച്ചത് എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണം എന്ന് മോശ ചോദിക്കുന്നു. അപ്പൊ മോശ ഇത് ചോദിക്കുന്നതിന്റെ ഉത്തരമായിട്ടാണ് കർത്താവ് പറയുന്നത്. ആദ്യം പറയുന്നു ഏഹ്യഹ് അഷർ ഏഹ്യഹ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ അതിനടുത്ത അനന്തരമായിട്ട് കർത്താവ് പറയുന്നതാണ് യഹോവ എന്ന എൻ്റെ നാമം. യഹോവ, ഞാൻ യഹോവയാകുന്നു, യഹോവയായ
ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ യഹോവ എന്നുള്ള പേര് ഏതെങ്കിലും തരത്തിൽ മോശയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ പേര് ചോദിക്കുകയില്ല. കാരണം ആ വാക്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് പുറപ്പാട് 6:3 അത് ഞാനൊന്ന് വായിക്കാം. പുറപ്പാട് 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആ വാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം ഈ കാര്യം ചിന്തിക്കാൻ. അവിടെ പറയുന്നു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും, ദൈവം പറയാണ്, യഹോവ ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അതായത് അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ ഏൽ ഷഡായി ആയിട്ടാണ് വെളിപ്പെട്ടത്. എന്ന് വെച്ചാൽ ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. ഒരിക്കലും യഹോവ, വളരെ ശ്രദ്ധിക്കണം ആ വാക്യം, യഹോവയുടെ സാക്ഷികളെ പോലുള്ള ആളുകൾ നമ്മളോട് ഈ കാര്യം പറയുമ്പോൾ യഹോവ എന്ന നാമമാണ് ഏറ്റവും പരമപ്രധാനം എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്യം എടുത്ത് കാണിക്കണം. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഈ പുറപ്പാട് പുസ്തകം 6:3 അവിടെ പറയുന്നു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്, അല്ലാതെ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പോലും യഹോവയായ ദൈവം യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെ വെളിപ്പെട്ടു? ഏൽ ഷഡായി ആയിട്ട് വെളിപ്പെട്ടു, ഏലിയോനായിട്ട് വെളിപ്പെട്ടു, അതുപോലെ ഏൽ റോയി ആയിട്ട് വെളിപ്പെട്ടു, അതുപോലെ അങ്ങനെ പല ഏൽ കൂട്ടിയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഏൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, എലോഹീം എന്ന് പറയുന്നത് ബഹുവചനമാണ്, ഏൽ എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, ശക്തൻ എന്ന ആക്ഷരിക അർത്ഥം, എലോഹീം എന്ന് പറഞ്ഞാൽ ശക്തന്മാർ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള ദൈവം എന്ന പദത്തിൽ എലോഹീമാണ് കാണുന്നത്. അത് നമുക്ക് ഒക്കെ ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ട്രിനിറ്റിയെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോൾ അത് നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നതാണ്. അവിടെ ഒന്നിലധികം ആളുകളെ പരാമർശിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ജാതീയ മണ്ഡലങ്ങളിലൊക്കെ ഉപയോഗിച്ചതായിട്ട് അതിൻ്റെ വാദഗതികൾ നിരത്തിക്കൊണ്ട് ഒത്തിരി വാദപ്രതിവാദങ്ങളുണ്ട്. പക്ഷേ എങ്ങനെ ആയിരുന്നാലും ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളിടത്ത് ഏലെന്നല്ല, ഏലോഹീം എന്നാണ്, ബഹുവചനമാണ്. ഏലെന്ന പദം നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ അതായത് സങ്കീർത്തനം 22 കാണാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നുള്ളിടത്ത് എൻ്റെ ഏൽ എന്ന ഏകവചനമാണ്, ഏലോഹീം എന്ന അർത്ഥത്തിലല്ല. അവിടെ ദൈവം എന്നാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ തർജ്ജമയിൽ വരുമ്പോൾ നമുക്ക് ഒരു പദമേ ഉള്ളൂ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏലെന്ന് മാത്രമാണ്, സിംഗുലറാണ്. കാരണം അവിടെ ഈ ഏൽ, അടുത്ത ഏൽ, ഏലോഹീമിൽ 3 ഏൽ ചേരുന്നതാണ് ഒരു ഏലോഹീം. അപ്പോൾ ഒരു ഏൽ മറ്റൊരു ഏലിനോട് നിലവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആരാണ് ഒരേൽ? അത് ഈ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏലെന്ന് വിളിക്കാം. അടുത്ത ഏൽ ആരോടാണ് നിലവിളിക്കുന്നത്? ഒരു ഏൽ മറ്റൊരു ഏലിനോട് നിലവിളിക്കുന്നു എന്ന നിലയിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് ട്രിനിറ്റി ആ വിഷയത്തിൽ തെളിയിക്കുവാൻ നമുക്ക് സാധിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങനെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏൽ ഷഡായി അല്ലെങ്കിൽ ഏൽ കൂട്ടിയിട്ടുള്ള പദപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം മോശയ്ക്ക് മുമ്പ് എല്ലാവർക്കും, നോഹയ്ക്കാകട്ടെ ആദാം മുതൽ എവിടം വരെ, ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിലുള്ള സകല മനുഷ്യർക്കും, നോഹയാകട്ടെ, അബ്രഹാം ആകട്ടെ, ഇസ്ഹാഖ് ആകട്ടെ, യാക്കോബ് ആകട്ടെ, അങ്ങനെയുള്ള ഗോത്ര പിതാക്കന്മാരാകട്ടെ, അവർക്കെല്ലാം അതെല്ലാം ആ നിലയിലാണ് വെളിപ്പെട്ടത്. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളമാണ് യഹോവ എന്നുള്ള പദം ആദ്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിനു മുമ്പ് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട വിഷയം, എന്തുകൊണ്ടാണ് ഉൽപ്പത്തി 14:22, ഉൽപ്പത്തി 26:25, ഉൽപ്പത്തി 28:16 ഇവിടെ എല്ലാം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും ആണല്ലോ. മോശ പുറപ്പാട് പുസ്തകം മുതലാണല്ലോ നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് യഹോവയായ ദൈവത്തെക്കുറിച്ച് ഇഷ്ടം പോലെ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ പദം അവിടെ വന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ ചിന്തിക്കാം. ഒന്ന്, ഉൽപ്പത്തി 14:22-23 വാക്യങ്ങളിൽ ഈ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യഹോവ നാമത്തെ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് യഹോവ എന്ന നാമം അവർ ഉച്ചരിച്ചതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ഒന്ന്, ഉൽപ്പത്തി 14:22-23 വാക്യങ്ങൾ, അബ്രഹാം യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്തു എന്ന് കാണുന്നുണ്ട്. സോദോം രാജാവിൻ്റെ മുമ്പാകെ
അവിടെ ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കാൻ ഞാൻ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു എന്ന് അബ്രഹാം പറഞ്ഞതായിട്ടാണ് അവിടെ കാണുന്നത്. ഇനി ഇസഹാക്കിന് യഹോവ എന്നുള്ള നാമം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഉൽപ്പത്തി 26:25 കാണുന്നത്. ഇസഹാക്ക് ബേർശബയിൽ യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന് അവിടെ കാണുന്നുണ്ട്. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നിൽക്കട്ടെ, അടുത്ത വാക്യം. ഇനി യാക്കോബിന്റെ കാര്യം കൂടെ വേണമല്ലോ. കാരണം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല എന്നാണല്ലോ പുറപ്പാട് 6:3 നമ്മൾ വായിച്ചത്. അപ്പോൾ ഇവിടെ യാക്കോബ് അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും കാര്യം പറഞ്ഞു. ഇനി യാക്കോബ് ഉൽപ്പത്തി 28:16 അവിടെ കാണുന്നു, യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ യാക്കോബ് കല്ല് തലയിണയായിട്ട് വെച്ച കാര്യങ്ങളും അതിന് എണ്ണ ഒഴിക്കുന്നതും തനേകനായിട്ട് അവിടുന്ന് ഏശാവിനെ പേടിച്ചോടുന്ന സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കാര്യം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹോവ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു, സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ യഹോവ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് തൻ്റെ വാഗൊണ്ട് ഉച്ചരിച്ചതായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇത് കാലങ്ങൾക്ക് ശേഷം എഴുതുന്ന മോശ, അല്ലെങ്കിൽ ഇത് കമ്പൈൽ ചെയ്യുന്ന മോശയാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യം എഴുതുന്നത്. മോശ എപ്പോഴാണ് ജനിച്ചത്? മോശയ്ക്ക് യഹോവയാൽ ദൈവം വെളിപ്പെട്ടു. മോശ ഈ കാലഘട്ടത്തിനൊക്കെ ശേഷം മോശയ്ക്ക് യഹോവയായ ദൈവത്തിന്റെ നാമം വെളിപ്പെട്ടതാണ്. ആ വെളിപ്പെട്ട സ്ഥിതിയിൽ തനിക്ക് വെളിപ്പെട്ട ദൈവത്തിന്റെ നാമം ഇന്നതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ മോശ ഇത് എഴുതുമ്പോൾ, അന്ന് അബ്രഹാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു, അന്ന് ഇസഹാക്ക് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അന്ന് യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ മോശ എഴുതുമ്പോൾ മോശയ്ക്ക് വെളിപ്പെട്ട ആ പേര് അവരിൽ ആരോപിച്ചത് കൊണ്ടാണ് അത് എഴുത്തിലാണ് സംഭവിക്കുന്നത്. അല്ലാതെ അവർക്കത് വെളിപ്പെട്ടിരുന്നില്ല യഹോവ എന്ന നാമം. യഹോവ എന്ന നാമം പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ടില്ല. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് അത് രേഖപ്പെടുത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചർ ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ടീച്ചർ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ ആ വ്യക്തി ടീച്ചർ ആയതുകൊണ്ടല്ല, ആ വ്യക്തി അന്ന് സ്കൂളിൽ പഠിക്കുകയാണ്, ടീച്ചറായിട്ടില്ല. പക്ഷേ ടീച്ചർ അന്ന് ഇന്ന ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാകും? അതേ ഒരു ആരോപണം അതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പൊസിഷൻ വെച്ച് ഇപ്പോൾ തനിക്ക് വെളിപ്പെട്ട യഹോവ എന്ന നാമം, ആ പ്രയോഗം അവരിൽ ആ കാലഘട്ടത്തിൽ യഹോവയാണ് അവർക്ക് അന്ന് വെളിപ്പെട്ടത്, യഹോവയുടെ നാമത്തിലാണ് അവർ ആരാധിച്ചതെന്ന് പിന്നീട് എഴുതുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ആ കാര്യങ്ങൾ എന്നത് മനസ്സിലാക്കുമ്പോൾ ആ സന്ദേഹം നീങ്ങുവാനിടയായിത്തീരും. അപ്പോൾ ഈ പ്രയോഗങ്ങൾ നമ്മൾ അവിടെ യഹോവ എന്ന നാമത്തിൽ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ടില്ല എന്നുള്ളതിന് വേറെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവും കൂടെ തരാം. അതാണ് പുറപ്പാട് പുസ്തകം 3:13 നമ്മൾ വായിച്ചത്. എന്ന് വെച്ചാൽ മോശയെ ദൈവം നിയോഗിച്ചയക്കുന്ന സമയത്ത് മോശ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണെന്നാണ് ഞാൻ ജനത്തോട് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പേര് ഈ മോശ ഒരു ഇസ്രായേലിനാണല്ലോ. മോശ കുറഞ്ഞ വർഷം 40 വർഷം ഈ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് പറയുമ്പോൾ പോലും തൻ്റെ ജനവുമായിട്ടൊരു ചെറിയ സമ്പർക്കം തനിക്കുണ്ടായിരുന്നു. തൻ്റെ ജനം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചൊരു ഒരു കുറഞ്ഞ അറിവെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരാധിക്കുന്ന ദൈവമാരാണെന്ന് തീർച്ചയായിട്ടും മോശയ്ക്കറിയാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ദൈവം യഹോവ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ആ നാമം തീർച്ചയായിട്ടും മോശ അറിഞ്ഞേനെ. അത് മോശയ്ക്ക് അറിയാൻ സാധിക്കുന്നില്ല. നിന്റെ പേരെന്താണെന്നാണ് ഞാൻ പറയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അടുത്ത കാര്യം, ഒരു തെളിവും കൂടെ അതിൽ തന്നെ ഉള്ളത്, അതേ വാക്യത്തിൽ തന്നെ ഉള്ളത് ഇങ്ങനെയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? അവർ എന്നോട് ചോദിച്ചാൽ, നിന്റെ ദൈവത്തിന്റെ നാമം എന്താണെന്ന് അവർ എന്നോട് ചോദിച്ചാൽ എന്ത് പറയണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കും ഇതറിയത്തില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവം എന്നാ പറയണ്ടേ? അവർക്ക് ആ പേരൊക്കെ അറിയാം. നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, നീ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പോവുക, കാര്യങ്ങൾ ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞല്ല വിട്ടത്. അവിടെയാണ് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ യഹോവ എന്ന നാമം ഈ ഭൂമിയിൽ ആദ്യമായി വെളിപ്പെടുത്തുന്നത് മോശയ്ക്കാണ്, മോശയുമായിട്ട്. അതായത് ഇതൊരു ഉടമ്പടിയുടെ നാമമാണ്. ഇറ്റ്സ് എ നെയിം ഓഫ് കവനന്റ്. അതൊരു ഉടമ്പടിയുടെ നാമമാണ്. ദൈവമായിട്ട്
എന്ന് വെച്ചാൽ ദൈവം ഇവിടെ ഒരു പുതിയ വസ്തുതകൾ സൃഷ്ടിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന തൻ്റെ ജനത്തെ വളർത്തി ആ ദേശത്ത് തിറവും നിറവുമുള്ളവരായി അവർ വളർന്നു. പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധിയുടെ, പീഡനങ്ങളുടെ മധ്യത്തിൽ ഈ ജനത്തെ മിസ്രയീമിൽ, ഈജിപ്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അവർ ലക്ഷമായിട്ട് അവർ വളർന്നു വന്നു. കേവലം 70 പേരായിട്ട് 430 വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിനോടുകൂടെ യോസേഫിന്റെ കെയർ ഓഫിൽ അവർ മിസ്രയീമിൽ എത്തിയതാണ്. പക്ഷേ അവരവിടെ വളർന്നു വലിയൊരു സന്തതിയായിട്ട് തീർന്നു. പീഡിപ്പിക്കും തോറും ഇവർ വളരുവാനിടയായി തീർന്നു. ആ ജനത്തെ ഒന്നടങ്കം വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി തൻ്റെ പുതിയ പ്രവർത്തന പദ്ധതി സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ദൈവം തൻ്റെ ഉടമ്പടിയുടെ നാമം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിനു മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് യഹോവ എന്ന നാമം താൻ വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന വസ്തുത പുറപ്പാട് 6:3 പ്രകാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം അത് പൂർവാസ്തിത്വത്തിൽ ആവശ്യമായിരുന്നില്ല. പൂർവാസ്തിത്വത്തിൽ അങ്ങനെ ഒരു ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം ആവശ്യമായിരുന്നില്ല. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ഈ അങ്ങനെയുള്ള ഭാവികാലികമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് അവിടെ പഴയ നിയമത്തിൽ തന്നെ കാണാം. ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനത്തിൽ 9:6 6:9 അല്ല 9:6 എന്നാണ്. 9:6 തന്നെയാണ്. എനിക്കെപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. 6:9 9:6 9:6 അവിടെ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. BC 700 അത് എഴുതുന്നത്. BC 700 യേശു ജനിക്കുന്നതിനും 700 വർഷങ്ങൾ 650-700 വർഷങ്ങൾക്ക് മുൻപ് അത് എഴുതുമ്പോൾ നമുക്കൊരു ശിശു, യേശുവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ജനിച്ചിരിക്കുന്നു എന്നവിടെ പറയുമ്പോൾ ജനിച്ചത് കൊണ്ടല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയാണ് പുത്രൻ എന്നുള്ള പ്രയോഗവും. ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് ജനിച്ചിട്ടില്ല. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൽകപ്പെട്ടിട്ടില്ല. അതിനും 600-700 വർഷങ്ങൾക്ക് ശേഷമാണ് ശിശു ജനിക്കുന്നതും മകൻ നൽകപ്പെടുന്നു എന്ന സ്ഥിതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ പ്ലൂ പെർഫെക്റ്റ് എന്നൊക്കെ പറയും. അതിന് ഗ്രാമാറ്റിക്കലി അതിലേക്കൊന്നും സങ്കീർണമായ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന വിഷയം സൂചിപ്പിക്കാനാണ് യഹോവ എന്ന പദം ഈ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെട്ടിരുന്നില്ല. പ്രധാനമായി അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പോലെ യഹോവ എന്ന നാമം വെളിപ്പെട്ടിരുന്നില്ല എന്നത് നമ്മൾ കണ്ടു. എന്നാൽ അത് മോശയ്ക്ക് വെളിപ്പെട്ടു. അവർ അത് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് അവർ ചോദിക്കാൻ കാരണം യഹോവ എന്ന നാമം ഇസ്രായേൽ ജനത്തിന് ആർക്കും തന്നെ വെളിപ്പെട്ട വാക്യം അല്ലെങ്കിൽ പദമായിരുന്നില്ല. പുറപ്പാട് 6:3 നമ്മളിത് കണ്ടു. അവർക്ക് അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ ഏൽ ഷഡായി ആയിട്ട് സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് കൃത്യതയുള്ള വാക്യമാണ്. അപ്പോൾ ആ നിലയിൽ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പുത്രൻ എന്നുള്ള പദപ്രയോഗം നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഏകജാതൻ, ആദ്യജാതൻ എന്ന പദം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ഏകജാതൻ എന്നുള്ളതും ആദ്യജാതൻ എന്നുള്ളതും പുത്രൻ എന്നുള്ള പദം, ദൈവപുത്രൻ എന്നുള്ള പദം, ഇതിനെല്ലാം ആക്ഷരിക അർത്ഥങ്ങളല്ല. ഭാവികാലികമായ അതത് സമയത്തിൽ ക്രമാനുഗതമായി സംഭവ്യമാകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങളെല്ലാം ഉള്ളത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രയോഗങ്ങളിലേക്കെല്ലാം പോയതും. പ്രത്യേകിച്ച് യഹോവ എന്നുള്ള പദത്തിലേക്ക് അവർ അങ്ങനെ ചിന്തിച്ചു എന്ന വിഷയം, അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങൾ നമുക്ക് സമഗ്രമായി ചിന്തിക്കുകയും കൂടുതൽ വിശാലമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സമയം ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ആ പ്രയോഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് ആദിജാതൻ, ഏകജാതൻ, ദൈവപുത്രൻ എന്ന പ്രയോഗങ്ങൾ, യഹോവ എന്ന പദം പഴയ നിയമ വിശുദ്ധന്മാർക്ക്, പൂർവ്വപിതാക്കന്മാർക്ക് ആ നിലകളിൽ ആക്ഷരികമായി വെളിപ്പെട്ടിരുന്നില്ല എന്നത് പിന്നെ മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോഴാണ് ആ കാര്യങ്ങൾ യഹോവയായ ദൈവമാണ് അവർക്ക് വെളിപ്പെട്ടത് എന്ന നിലയിൽ അത് പ്രയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക. പുത്രൻ എന്നുള്ള പദത്തിന് ഗ്രീക്ക് പദം ഹ്യൂയോസ് എന്ന പദമാണ്. ഹ്യൂയോസ്. എബ്രായ പദം ബെൻ എന്നാണ്. ബെൻ എന്ന് പറഞ്ഞാൽ മകൻ എന്ന അർത്ഥമാണ്. ആ രണ്ട് പദവും കൂടി പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ദൈവം എല്ലാവരെയും ഇന്ന് രാത്രികാലം
സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകളും കഴിഞ്ഞ ക്ലാസ്സുകളും എല്ലാം ഒരുമിച്ച് വിചിന്തനം ചെയ്ത് നോട്ടുകൾ തയ്യാറാക്കിയും അതേക്കുറിച്ച് പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരും ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.